ഒരു ഇഷ്ടം മാത്രം നമ്മുടെ ആ ഒരു മഹേഷ് ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്ന രംഗങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഇഷിതയും രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. തനിക്ക് മഹേഷിനെ പറ്റി നെഗറ്റീവ് അഭിപ്രായമുണ്ട്, താൻ അത് ആ വേദിയിൽ തുറന്ന് പറയുകയും ചെയ്യും എന്ന് നമ്മുടെ ആ ഒരു ഇന്റർവ്യൂവറോട് ഇങ്ങനെ തുറന്ന് പറയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ മഹേഷിനെ അവിടെ സ്വീകരിച്ചിരുത്തിയിട്ടുണ്ട്. ശേഷം ഇഷിത വന്ന് അവിടെ മൈക്കിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മഹേഷിനെതിരെ എന്താണ്ടൊക്കെ പറയുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്ന രംഗം അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ അശോകും നമ്മുടെ രചനയും ഭയങ്കരമായിട്ട് കൈയടിച്ച് സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ മഹേഷിനെ തകർക്കാൻ വേണ്ടുവോളം നമ്മുടെ ഇഷിത അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമായിരിക്കും ഇഷിത ഇത് ഇവരുടെ ഒരു ചതിയായിരുന്നു, നമ്മുടെ മഹേഷ് യഥാർത്ഥത്തിൽ ഒരു നല്ല മനസ്സിനുടമയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇതിനൊക്കെയിടയിൽ വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഹേഷിന്റെ അമ്മ പതിവ് പോലെ നമ്മുടെ ഇഷിതയുടെ അമ്മയുമായിട്ട് ഒരു പിണക്കമൊക്കെ മാറ്റി ആ ഒരു ഫ്രണ്ട്സ് ആകാൻ വേണ്ടിയുള്ള ശ്രമവും അവിടെ നടക്കുന്ന ഒരു കുറച്ച് രംഗങ്ങളും നമുക്ക് ഫ്ലാറ്റിൽ വെച്ചുള്ള ഒരു കുറച്ച് രംഗങ്ങളും ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാം നമ്മുടെ മഹേഷിനെതിരെ നമ്മുടെ ഇഷിത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. പിന്നീട് നമ്മുടെ ഇഷിത ആ ഒരു സത്യാവസ്ഥകൾ അറിയുമ്പോൾ നമ്മുടെ മഹേഷിന്റെ അടുത്ത് മാപ്പ് പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.